ക്ലെഫിൻ്റെ നോട്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോഴേ ഇത് കണ്ടു, ഇത് ട്രബിൾ ക്ലെഫിലാണ്. ലെഫ്റ്റ് ഹാൻഡ് വായിക്കുവാണ് സി 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 ജി എ എ ജി. ഈ ജി 2 കൗണ്ട്. അത് കഴിയുമ്പോൾ റൈറ്റ് ക്ലെഫ് ട്രബിൾ ക്ലെഫ് നമ്മൾ വായിക്കുമ്പോൾ ഇ ഇ ഡി ഡി സി. അതിന് പിന്നെയും തിരിച്ചു വന്ന് നമ്മൾ ട്രബിൾ ക്ലെഫ് ബേസ് ക്ലെഫിലെ ജി. വീണ്ടും ബേസിലാണ് സി 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 ജി എ എ ജി. ഈ നോട്ട് മിനിമം നോട്ട് സി ഇ ഇ ഡി ഡി സി. ഇത് സെമി ബ്രേവ്. ഈ നോട്ട് ഇതിന് മുമ്പ് എടുത്തില്ല, നമ്മൾ ഇപ്പം എടുക്കുക. 4 കൗണ്ട്. സി 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 ജി എ എ ജി സി ഇ ഇ ഡി ഡി സി. ഇങ്ങനെ വരുന്നത് ഓൾ മാക്ഡൊണാൾഡ് ഹാഡ് എ ഫാം. ഈ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ട്, വെരി ഫെമിലിയർ സോങ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നോട്ട് എല്ലാവരും എഴുതി പഠിക്കണം. തേരി അത്യാവശ്യം പഠിച്ചിരിക്കണമെന്ന് എൻ്റെ എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ പറയാറുണ്ട്. തേരി പഠിക്കണം. തേരി പഠിക്കാതെ ചുമ്മാ ഫിംഗർ വെച്ചൊരു പാട്ട് വായിച്ചാൽ അത് ക്വാളിഫൈഡ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് തേരി അത് എഴുതണം. എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണെങ്കിൽ എഴുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഇഷ്ടമുള്ള നോട്ട് എഴുതാൻ പറ്റില്ല. ഈ ലൈനിൽ കിടക്കുന്ന ഈ ഏത് ലൈനിലാണ് വന്നിരിക്കുന്നത്, ഡി ഏത് ലൈനിലാണ് വന്നിരിക്കുന്നത്, അതെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാകും. സം സ്റ്റുഡൻസ് എന്നോട് പറയും, മിസ്സേ പാട്ട് മാത്രം വായിച്ചാൽ മതി, നോട്ട് എഴുതാൻ ഇഷ്ടമില്ലെന്ന്. നോട്ട് എഴുതാൻ ഇഷ്ടം ഉണ്ടാകുന്നത് നല്ലതാണ്. നോട്ട് എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലപോലെ മ്യൂസിക് വായിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ എഴുതി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് ഈ പാട്ട് പ്ലേ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ.